ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. ഞാൻ പറയാൻ പോകുന്നത് ഈ ബോച്ചെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണ്ണ വ്യാപാരിയുടെ കാര്യമാണ്. ബോച്ചയെ നമുക്കറിയാം. ഈ നാട്ടിൽ എത്രയോ സ്വർണ്ണ വ്യാപാരികളുണ്ട്. ബോച്ചയേക്കാൾ പണമുള്ളവരുണ്ട്. ബോച്ചയേക്കാൾ കൂടുതൽ സ്വർണ്ണ കച്ചവടം ചെയ്യുന്നവരുണ്ട്. വലിയ സാമ്രാജ്യം തന്നെ പടുത്തുയർത്തിയ ആളുകളുണ്ട്. പക്ഷേ ബോച്ചയെ പോലെ ബോച്ചെ മാത്രം. ഇപ്പോൾ ഭീമയുടെ ഉടമസ്ഥൻ ഗോവിന്ദൻ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം റോഡിൽ കൂടി നടന്നു പോയി കഴിഞ്ഞാൽ ഒരാളും അറിയില്ല. പുള്ളിയുടെ കടയിലെ വല്ല പണിക്കാരും അല്ലാതെ ഒരാളും ഇത് ഭീമയുടെ ഉടമസ്ഥനായ ഗോവിന്ദനാണ് എന്ന് തിരിച്ചറിയില്ല. അതുപോലെ തന്നെയാണ് മലബാർ ഗോൾഡിൻ്റെ അഹമ്മദിൻ്റെ സ്ഥിതി. അഹമ്മദിനെ പരിചയമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇത് അഹമ്മദാണ്, അത്രേ ഉള്ളൂ. പക്ഷേ ബോച്ചയുടെ സ്ഥിതി അല്ല. അദ്ദേഹം എറണാകുളത്തായാലും തൃശ്ശൂരായാലും കോട്ടയത്തായാലും കോയമ്പത്തൂരായാലും എവിടെയാണെങ്കിലും ഒറ്റ നോട്ടത്തിൽ ആളുകൾ അദ്ദേഹത്തെ തിരിച്ചറിയും. അതിൻ്റെ ഒരു കാരണം പുള്ളിയുടെ ഈ വസ്ത്രധാരണ രീതിയാണ്. പണ്ട് കാലത്ത് അമ്മമ്മമാർ ഉപയോഗിച്ചിരുന്ന പോലത്തെ ഈ ചട്ടയും മുണ്ടുമാണ് ബോച്ചയെ സാധാരണയായിട്ട് ധരിക്കുക. അത് ബോച്ചയുടെ മാത്രം ഒരു സവിശേഷതയാണ്. മഹാത്മാഗാന്ധിയോ അങ്ങനെ ചില ആളുകൾ മാത്രമേ ഇങ്ങനെ സവിശേഷമായ രീതിയിൽ വസ്ത്രധാരണം നടത്തിയിട്ടു. അങ്ങനെ വസ്ത്രധാരണത്തിൽ വരെ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് ബോച്ചെ. അദ്ദേഹം വെറും ഒരു സ്വർണ്ണ വ്യാപാരിയല്ല, ആ ഒരു പൗരമുഖ്യനാണ്. ആ UPA സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ 1 or 2 പത്മശ്രീ കിട്ടാൻ കഴിവും പ്രാപ്തിയുള്ള ആളാണ്. പിന്നെ ഒരു മനുഷ്യസ്നേഹിയാണ്. ഈ സമീപകാലത്ത് ഏതോ അറബി രാജ്യത്ത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആൾക്ക് വേണ്ടി പണപ്പിരിവ് ഉദ്ഘാടനം ചെയ്തത് ബോച്ചയാണ്. ബോച്ചയുടെ ഹൃദയ ലാവണ്യം കൊണ്ട് മാത്രമാണ് ഇന്നിപ്പോൾ ആ മനുഷ്യൻ അദ്ദേഹത്തെ മോചിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും മോചനത്തിൻ്റെ പടിവാതിലിൽ എത്തി നിൽക്കുന്നത്. അന്നൊക്കെ ബോച്ചയ്ക്ക് ഒരുപാട് ആരാധകരുണ്ട്. ആരാധകർ ഇപ്പോഴും ഉണ്ട്. എന്നാലും ഈ ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗ്ലാമറും അല്ലാതെ കുറഞ്ഞു പോയി. ബോച്ചയ്ക്ക് പല ഗുണങ്ങളുണ്ടെങ്കിലും ചെറിയ ചില ദുശീലങ്ങൾ അല്ലെങ്കിൽ ചില വീക്ക്നെസ്സുകളുണ്ട്. അതിലൊന്ന് തമാശ പറയുക എന്നുള്ളതാണ്. ആളും തരവും നോക്കാതെ സമയവും സന്ദർഭവും നോക്കാതെ ബോച്ചെ പലവിധ തമാശകൾ തട്ടിപ്പൊളിക്കും. ബോച്ചയെ സതുദ്ദേശത്തോടെ പറയുന്നതാണ്. അദ്ദേഹം ഹൃദയശുദ്ധിയുള്ള ആളാണ്. പക്ഷേ കേൾക്കുന്നവർക്ക് മറ്റ് പല ദുരർത്ഥങ്ങളും തോന്നും. അത് കേൾക്കുന്നവരുടെ കുഴപ്പമാണ്. മനസ്സിൽ ദുരർത്ഥങ്ങൾ ഉള്ളവരുടെ കുഴപ്പമാണ്. അപ്പോൾ ബോച്ചെ പറയുന്ന അർത്ഥമല്ല കേൾക്കുന്നവർ മനസ്സിലാക്കുക. അവരിതിനെ ദ്വയാർത്ഥ പ്രയോഗം എന്നൊക്കെ വിശേഷിപ്പിക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ബോച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആൾ രസികനായിപ്പോയി, തമാശക്കാരനായിപ്പോയി. മറഡോണയെക്കുറിച്ച് വരെ പുള്ളി ഇതുപോലത്തെ തമാശകൾ പറഞ്ഞിട്ടുണ്ട്. വലിയ കായിക പ്രേമിയാണ്. മറഡോണയുടെ സുഹൃത്താണ്. മറഡോണയെ പരിചയമുള്ള ഏക മലയാളി ബോച്ചയാണ് എന്നുകൂടി പറയാം. ബാസ്യം മാലാപ്പറമ്പിന് പോലും ഡീഗോ മറഡോണയെ വഴിയിൽ വെച്ച് കണ്ട മറഡോണയാണെന്ന് അറിയാമെന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ തോളി കൈയിട്ട് കിടക്കാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഉണ്ടായിരുന്നില്ല. അത്രയും വലിയ പുള്ളിയാണ് ഈ ബോച്ചെ. അങ്ങനെ ബോച്ചെ ഈ തമാശ പറയുന്ന കൂട്ടത്തിൽ പല കുസൃതികളും ഒപ്പിക്കും. അങ്ങനെ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ ഒരു തമാശക്കാരൻ എന്നുള്ള രീതിയിലും വലിയ മതിപ്പുണ്ട്. ബോച്ചയുടെ തമാശകൾ വേണമെങ്കിൽ ഒരു പുസ്തകമായിട്ട് ഇറക്കാനായിട്ട് കോട്ടയത്ത് DC ബുക്സുകാർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോച്ചെ ഫലിതങ്ങൾ അല്ലെങ്കിൽ ബോച്ചെ കഥകൾ, ബോച്ചയുടെ ജീവിതം എന്ന ഇതിഹാസം, ഇങ്ങനെയൊക്കെ പല പുസ്തകങ്ങളും ഇറക്കാനായിട്ട് രവി DC ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബോച്ചയ്ക്ക് ഇന്നത്തെ കാലത്ത് ഇന്ന് രാവിലത്തെ ഒരു പോക്കണം കേട് പറ്റിയത്. അദ്ദേഹത്തിൻ്റെ കടയുടെ ഉദ്ഘാടനത്തിന് ഒരു സിനിമാ നടിയെ വിളിച്ചു. സിനിമാ നടിയുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അവർ അതിജീവിത എന്ന പേരിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അതുകൊണ്ട് ഈ നടി വന്നപ്പോൾ ഇദ്ദേഹം അവരോട് എന്തോ കുസൃതി പറഞ്ഞു. മഹാഭാരതത്തിൽ ഏതോ കഥാപാത്രത്തെയാണ് ഇദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ദ്രൗപദിയാണോ ഗാന്ധാരിയാണോ സുഭദ്രയാണോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഇങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ നടിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. കേട്ടുകൊണ്ട് നിന്ന ആളുകളുടെ ഹൃദയശുദ്ധി ഇല്ലായ്മ കൊണ്ട്, അവരുടെ ഹൃദയത്തിൽ പല കുഴപ്പങ്ങളും ഉള്ളതുകൊണ്ട് ബോച്ചയെ ദുരർത്ഥം വെച്ച് പറഞ്ഞതാണ് എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചു. അത് ദൃശ്യമാധ്യമങ്ങളിലും അതിനേക്കാൾ കൂടുതലായിട്ട് ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ വന്നു. ബോച്ചെ ഈ നടിയെക്കുറിച്ച് സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തി എന്ന രീതിയിൽ ചില ആളുകൾ വ്യാഖ്യാനിച്ചു. ബോച്ചയുടെ ആരാധകരൊക്കെ ഇത് കേട്ട് സന്തോഷിച്ചു. അതേസമയത്ത് പുള്ളിയോട് എതിർപ്പുള്ള, പുള്ളിയുടെ ഉയർച്ചയിലും വളർച്ചയിലും അദ്ദേഹത്തിൻ്റെ പുരോഗതിയിലുമൊക്കെ വലിയ കണ്ണിക്കടിയുള്ള ആളുകളുണ്ട്. അവർക്ക് ഇത് കേട്ടപ്പോൾ ബോച്ചെ ഒരു വഷളനാണ് എന്ന രീതിയിൽ അവർ പ്രചരിപ്പിച്ചു. ബോച്ചെ ഇങ്ങനെ ചെറിയ കുട്ടികളോട് ഇതുപോലത്തെ വർത്തമാനം പറയുന്നത്, അല്ലെങ്കിൽ വയസ്സായ അമ്മൂമ്മമാരോട്, സ്വന്തം അമ്മയേക്കാൾ പ്രായമുള്ള ആളുകളൊക്കെ പുള്ളി ഇതുപോലത്തെ പല തമാശകളും പല കുസൃതികളും പറയുന്നതൊക്കെ ആളുകൾ സന്ദർഭോചിതമായിട്ട് കുത്തിപ്പൊക്കി.
അങ്ങനെ ബോച്ച ഒരു വഷളനാണ് എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽപ്പിക്കാനായിട്ട് ഇവർ ശ്രമിച്ചു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നടി, അതുവരെ അവർക്ക് വലിയ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല, ഈ സംഭവം കഴിഞ്ഞ് മാസങ്ങളായി, അവർക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായി. ഈ ബോച്ച പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വേറെ പല ആളുകളും ഈ സ്ത്രീയെക്കുറിച്ച് വളരെ അപമാനകരമായ, വളരെ അപകീർത്തികരമായ ആ പരാമർശങ്ങൾ നടത്തി. ഇതെല്ലാം കൂടി ചേർത്ത് ഇവർ ഒരു പരാതി എഴുതി പോലീസിൽ കൊടുത്തു എന്ന് മാത്രമല്ല, നമ്മുടെ കേരള ചക്രവർത്തിയെ കണ്ട് പരാതി പറഞ്ഞു, ഇങ്ങനെ ഒരു സ്വർണ്ണക്കടക്കാരൻ എന്നെ ഉപദ്രവിക്കുന്നു. അപ്പോൾ ചക്രവർത്തിയുടെ സ്ഥിതി എന്ന് വെച്ചാൽ പുള്ളി ആകെ ബ്ലീച്ചടിച്ച് നിൽക്കുന്ന സമയമാണ്. കാരണം PV അൻവറിനെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് അൻവർ ഊരിപ്പോയ ഒരു ജാള്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇന്ന് നടിയുടെ പരാതി കിട്ടുന്നത്. ഉടനെ തന്നെ പുള്ളി ചാടി എഴുന്നിട്ടു, ആരവിടെ പിടിക്കൂ അവനെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ പോലീസുകാർ ഓടിച്ചിട്ട് പാവം ബോച്ചയെ പിടിച്ചു. ബോച്ചയെ പിടിച്ച് ഇപ്പോൾ ഇത് പറയുന്ന സമയത്ത് അദ്ദേഹത്തെ പോലീസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമോ അതോ കോടതിയിൽ കൊണ്ടുപോകുമോ? ഇന്ന് രാത്രി അദ്ദേഹം സബ് ജയിലിൽ കൊതുകടി കൊണ്ട് കൊടുക്കേണ്ടി വരുമെന്ന് നമുക്കറിയില്ല. ഏതായാലും പോലീസിൻ്റെ കൃത്യാന്തര ബാഹുല്യത്തെ നമുക്ക് കർത്തവ്യബോധത്തെ അഭിനന്ദിച്ചാൽ മതിയാവും. കാരണം എന്താ വെച്ചാൽ ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ ഒരു നടനെതിരായിട്ട് വലിയ ആരോപണമുണ്ട്. ആ സ്ത്രീത്വത്തെ അവമാനിച്ച കേസ് വരുന്നില്ല, ബലാത്സംഗ കേസായിരുന്നു. അദ്ദേഹത്തെ എൻ്റെ ജാമ്യ ഹർജി കോടതിയിൽ തള്ളിയതിന് ശേഷവും പോലീസുകാരിങ്ങനെ നാടിച്ച് നഖം കടിച്ച് നിൽക്കുന്നു. സിദ്ദിഖിനെ എങ്ങനെ അറസ്റ്റ് ചെയ്യും, ഞാൻ പ്രാണനായകനെ എന്ത് വിളിക്കും എന്നുള്ള ഒരു ജാള്യം എന്ന ഒരു ലജ്ജയോട് കൂടിയിട്ട് മധുരപ്പേരായിരം മനസ്സിലുണ്ടെങ്കിലും മറ്റുള്ളവർ കേൾക്കാൻ ഞാൻ എന്ത് വിളിക്കും എന്ന് ചോദിച്ച പോലെ ഈ സിദ്ദിഖ് എന്ന് പറഞ്ഞ നടനെ നമ്മൾ എങ്ങനെ അറസ്റ്റ് ചെയ്യും എന്നാലോചിച്ച് ഇങ്ങനെ ലജ്ജിച്ച് നിന്നു. അതിനിടയ്ക്ക് സിദ്ദിഖ് സുപ്രീം കോടതി പോയി സ്റ്റേ പിടിച്ചു. അപ്പോൾ പോലീസുകാർക്ക് സമാനമായി. ഏതായാലും സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാതെ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ പോലീസ്. സുരേഷ് ഗോപിയെ ചോദ്യം ഞാൻ വിളിച്ചപ്പോഴും ഇത് തന്നെ എടുത്ത് അദ്ദേഹത്തെ കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ കുറച്ച് നേരം ഇരുത്തി, കസേര ഇട്ട് കൊടുത്തു, ചായ പിടിച്ചു കൊടുത്തു, ബിസ്ക്കറ്റ് കൊടുത്തു. അത് കഴിഞ്ഞ് പോലീസുകാർ ഓരോരുത്തരായിട്ട് സുരേഷ് ഗോപിയോട് ഒന്ന് സെൽഫി എടുത്തു. അവസാനം കമ്മീഷൻ കൂടി കഴിച്ചു വന്നു, വരാൻ വൈകിപ്പോയി സാർ, തെറ്റുപറ്റി, ഞാൻ താങ്കളുടെ വലിയ ഫാനാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സെൽഫി എടുത്തു. അങ്ങനെയാണ് പോലീസുകാരുടെ അന്വേഷണത്തിൻ്റെ രീതി. പക്ഷേ പാവം ബോച്ചയുടെ കാര്യത്തിലൊന്നും ഉണ്ടായില്ല. പോലീസുകാർക്ക് ആഗ്രഹമില്ലാത്തതുണ്ടല്ലോ, പോലീസുകാരിൽ നല്ലൊരു ഭാഗം പുള്ളിയുടെ ആരാധകരാണ്. പക്ഷേ ഈ കാരണഭൂതൻ്റെ ഉത്തരവോട് കിടക്കുകയാണ്. ഇപ്പോൾ കാരണഭൂതൻ്റെ ഗ്ലാമർ പെട്ടെന്ന് വർദ്ധിച്ചു. അൻവറിനെ പിടിവിട്ടുപോയി. ബോച്ചയെ പിടിച്ചത് വഴിക്ക് പുള്ളി സ്ത്രീകളുടെ വലിയ രക്ഷകനായിട്ട് ഭാവിക്കുകയാണ്. അങ്ങനെ പുള്ളിയുടെ ഗ്ലാമർ കൂടുതൽ നമുക്ക് ആർക്കും ആക്ഷേപമില്ല. പക്ഷേ അത് പാവം ബോച്ചയുടെ ചിലവിലായിപ്പോയി എന്നുള്ളതിന് മാത്രം നമുക്ക് ആകെ സങ്കടം. ഏതായാലും ബോച്ചയുടെ സ്വർണ്ണാഭരണശാലയിലെ കച്ചവടത്തിൻ്റെ ഇതുകൊണ്ട് കുറവും സംഭവിക്കുന്നത് ഞാൻ വിചാരിക്കത്തില്ല. പുള്ളിക്കിതും ഒരു ഭൂഷണമാണ്. അതിൻ്റെ പേരിൽ 10 പവൻ്റെ പണ്ടം കൂടുതൽ വിറ്റുപോവുകയാണെങ്കിൽ ബോച്ച അതിൽ സന്തോഷിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഈ ലോക്കപ്പ് കാണിച്ചു, ജയിൽ കാണിച്ചു, അറസ്റ്റ് ചെയ്യും എന്ന് ഭീഷണിപ്പെടുത്തിയൊന്നും ബോച്ചയെ ഒതുക്കാം എന്നാരും വിചാരിക്കട്ടെ. അങ്ങനെ ഒതുക്കിയാൽ ഒതുങ്ങുന്നവനല്ല ബോച്ച. ബോച്ച അതിശക്തമായി തിരിച്ചു വരും എന്ന കാര്യത്തിൽ എനിക്ക് ആ ഒരു സംശയമില്ല. പിന്നെ ഈ ദുഷ്പ്രേരണയ്ക്ക് വിധേയമായി ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുത്ത പാവം നടിയോട് എനിക്ക് സാധാരണ അവരുടെ നേർക്ക് ബോച്ച ഇനി പ്രതികാര നടപടിയൊന്നും കൈക്കൊള്ളുകയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും എല്ലാവർക്കും മംഗളം വരട്ടെ, നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിവിടെ അവസാനിപ്പിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.